തൃശൂർ മേയറെ തെരഞ്ഞെടുക്കുന്നതിനായി കോൺഗ്രസിൽ ചൂടുപിടിച്ച ചർച്ചയാണ് നടക്കുന്നത്. 5 പേരുകളാണ് പ്രധാനമായും കോൺഗ്രസ് പരിഗണിക്കുന്നത്. ഇത്തവണ മേയർ വനിതയായതിനാൽ എല്ലാവരും സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റുന്നുണ്ടെങ്കിലും ലാലൂരിൽ നിന്ന് വിജയിച്ച ലാലി ജെയിംസിനാണ് ഏറെ സാധ്യത. മാലിന്യ കൂമ്പാരമായിരുന്ന ലാലൂരിൽ കോടികൾ മുടക്കി IM വിജയന്റെ പേരിൽ നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ കരുത്തിലാണ് ലാലൂരിൽ LDF സ്ഥാനാർത്ഥിയായി എഴുത്തുകാരി ലിസി അവതരിപ്പിച്ചത്. LDF ശക്തി കേന്ദ്രത്തിൽ മേയർ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വിജയിച്ച ലാലി ജെയിംസിനെ മേയറാക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഒരു വിഭാഗം ഉയർത്തുന്നത്. ശ്യാമള മുരളീധരൻ, നിജി ജസ്റ്റിൻ, ഷീന ചന്ദ്രൻ, വില്ലി ജിജോ, മുൻ ഡെപ്യൂട്ടി മേയർ സുബി ബാബു എന്നിവരുടെ പേരും സജീവ പരിഗണനയിലുണ്ട്. മേയർ വനിതയായതിനാൽ എല്ലാവരും സമ്മർദ്ദതന്ത്രങ്ങൾ പയറ്റുന്നുണ്ട്. ഡെപ്യൂട്ടി മേയറായി KPCC ഉപഭാരവാഹികളായ A പ്രസാദ്, ബൈജു വർഗീസ് എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനം കണക്കിലെടുത്ത് മേയറെ തെരഞ്ഞെടുക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. തീർച്ചയായും മേയർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ എന്നുള്ളതൊക്കെ പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനമാണ് നടപ്പിലാക്കുക. അതിലൊരു നിലയ്ക്കും ആരുടെയും ഇടപെടൽ ഉണ്ടാവില്ല. അത് തീർത്തും പറയാം, പൂർണ്ണമായി പാർലമെന്ററി പാർട്ടിയെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു. അവരുടെ തീരുമാനമായിരിക്കും ഇവിടെ പുതിയ മേയറും ഡെപ്യൂട്ടി മേയർ. അതേസമയം തൃശൂരിൽ LDF അടിത്തറ ഭദ്രമാണെന്ന് ജില്ലാ നേതൃത്വം പറയുന്നുണ്ടെങ്കിലും തോൽവിയെക്കുറിച്ച് പരിശോധിക്കുകയാണ് നേതൃത്വം. വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ച് തൃശൂർ ജില്ലയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് തന്നെ ചുമതല കൊടുത്തിട്ടും കോർപ്പറേഷനിൽ 6 നിന്നും 8 ആക്കി 2 സീറ്റുകൾ വർദ്ധിപ്പിച്ചെങ്കിലും പ്രതീക്ഷിച്ച നേട്ടം കൊയ്യാനാകാതെ പോയത് BJP ക്യാമ്പിനെയും നിരാശയിലാഴ്ത്തിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.